അഭിലാഷ്, സമയം ഇനി കുറച്ച് സമയം കൂടിയാണ് അവിടെ പൊതുദർശനത്തിനായി അവശേഷിക്കുന്നത്. പക്ഷേ തിരക്ക് പരിഗണിച്ച് അത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. എങ്കിലും ഇപ്പോഴും ആളുകളുടെ ഒരു വലിയ ഒഴുക്കാണല്ലേ? ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്. നീണ്ട ക്യൂ അവസാനിച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്. ആളുകളെ മുഴുവൻ VS-നെ അവസാനമായി ഒരു നോക്ക് കാണിച്ചതിന് ശേഷം മാത്രമേ വിലാപയാത്ര ആരംഭിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. CPIM അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ 2 മണിക്ക് തന്നെ വിലാപയാത്ര ആരംഭിക്കാനുള്ള സാഹചര്യം ഉണ്ട്. തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പോഴും ആളുകൾ VS-നെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. KSRTC-യുടെ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ അലങ്കരിച്ച ബസ്സിലാണ്. ബസ് ഇവിടെ തയ്യാറാണ്. ആ ബസ്സിലാണ് VS അച്യുതാനന്ദനെ വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുക. ഞാനിപ്പോൾ ഉള്ളത് സെക്രട്ടേറിയറ്റ് വളപ്പിലാണ്. VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാനെത്തിയ ഓരോ മനുഷ്യനും വിങ്ങുന്ന ഹൃദയത്തോടെയാണ് എത്തിയത്. കരഞ്ഞുകൊണ്ട് മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന ആളുകളുണ്ട്. സംസാരിച്ച് തുടങ്ങിയാൽ കരഞ്ഞു പോകുന്ന ആളുകളുണ്ട്. VS എന്തായിരുന്നു കേരളത്തിന് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അദ്ദേഹത്തിന് കിട്ടിയ വലിയ യാത്രയയപ്പ്. ആ യാത്രയയപ്പ്, അനന്തപുരിയുടെ യാത്രയയപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിൽ ഇനി വഴി അങ്ങോട്ട് 3 ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, 3 ജില്ലകൾ കടന്നാണ് നാളെ വൈകുന്നേരം വലിയ ചുടുകാട്ടിൽ VS അച്യുതാനന്ദൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. രക്തസാക്ഷികൾ ഉറങ്ങുന്ന, P കൃഷ്ണപിള്ള ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിലാണ് VS-ന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. 2 മണിക്കാണ് ഇവിടെ നിന്ന് ദർബാർ ഹാളിലെ പൊതുദർശനം അവസാനിപ്പിച്ച് 2 മണിക്കാണ് ഇവിടെ നിന്ന് വിലാപയാത്ര ആരംഭിക്കുക. വിലാപയാത്ര ഇവിടെ നിന്ന് കേശവദാസപുരം വഴി ദേശീയ പാതയിലേക്ക്, കഴക്കൂട്ടം ദേശീയപാതയിലേക്ക് കയറി കൊല്ലം വഴിയാണ് ആലപ്പുഴയിലേക്ക് പോവുക. വിവിധ പോയിന്റുകളിൽ ആളുകൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടും ഉണ്ട്. വലിയ വികാര വായ്പോടുകൂടി തലസ്ഥാനം VS അച്യുതാനന്ദന് വിട നൽകുകയാണ്. ഇപ്പോഴും ഈ ജനക്കൂട്ടത്തെ കാണാൻ ആളുകൾ VS-നെ ഒരു നോക്ക് കാണാനായി ഇപ്പോഴും ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ വേഗമുണ്ട്. അതായത് വലിയ ക്യൂവിൽ ഒരുപാട് നേരം ആളുകൾക്ക് നിൽക്കേണ്ടി വരുന്നില്ല. പെട്ടെന്ന് ദർബാർ ഹാളിനകത്തേക്ക് കടക്കാൻ വേണ്ടി ആളുകൾക്ക് കഴിയുന്നുണ്ട്. 2 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിക്കാൻ കഴിയും എന്ന ഒരു ക്രമീകരണം പൂർത്തിയാക്കാൻ കഴിയും എന്ന നിലയിലുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോഴും ഉള്ളത്. നിരവധി മനുഷ്യരാണ് ഇപ്പോഴും VS-നെ കാണാനായി ഇങ്ങോട്ട് ഈ ദർബാർ ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വലിയ ജനസമുദ്രത്തെ തന്നെ ഈ മൈതാനത്ത്, ഈ മുറ്റത്ത്, സെക്രട്ടേറിയറ്റിൻ്റെ മുറ്റത്ത് കാണാം. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി ഏറെക്കാലം 5 വർഷം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി കേരളം ഭരിച്ച സെക്രട്ടേറിയറ്റ് അങ്കണമാണ് ഇത്. ഇവിടെ ഇപ്പോഴും വലിയ ജനക്കൂട്ടത്തെ കാണാം. 2 മണിയോടുകൂടി വിലാപയാത്ര ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിലാഷ്, എങ്ങനെയാണ് ഈ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ അദ്ദേഹത്തെ കാണാനുള്ളൊരു പോയിന്റുകൾ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ആ സ്ഥലങ്ങളിൽ മാത്രം ആംബുലൻസ് നിർത്തി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സൗകര്യമായിരിക്കുമോ? എങ്ങനെയാണ്? CPIM ഇതിനോടകം തന്നെ പോയിന്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതൊക്കെ പോയിന്റുകളിലാണ് വാഹനം നിർത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് വാഹനം നിർത്തുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അതാത് ഇടങ്ങളിൽ, നേരത്തെ ക്രമീകരിച്ച ഇടങ്ങളിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യമുണ്ടാകും. അവിടെ ഏതെങ്കിലും തരത്തിൽ വാഹനത്തിൽ നിന്ന് ഇറക്കുകയല്ല ചെയ്യുക, മറിച്ച് അവിടെ വാഹനം നിർത്തുകയാണ് ചെയ്യുക. ഒപ്പം വഴിയോരങ്ങളിലൊക്കെ മുമ്പ് നമ്മൾ EK നായനാരുടെയും ഉമ്മൻചാണ്ടിയുടെയൊക്കെ വിലാപയാത്രകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വഴിയോരങ്ങളിലൊക്കെ ഒരുപാട് വലിയ ആൾക്കൂട്ടം വന്നാൽ ഒരല്പം വാഹനം സാവധാനമാക്കുകയോ വാഹനം നിർത്തുകയോ ചെയ്യുക എന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. അത് ഇത്തവണ ഈ VS-ന്റെ വിലാപയാത്രയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ദർബാർ ഹാളിൽ VS അച്യുതാനന്ദന് വിട നൽകുകയാണ്. ഈ കാണുന്ന ജനക്കൂട്ടം VS അച്യുതാനന്ദനെ യാത്രയാക്കാൻ വന്ന ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടം പിരിഞ്ഞാൽ വിലാപയാത്ര ആരംഭിക്കും. ഇവിടെ എത്തിയ VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിയ ഓരോ മനുഷ്യനും പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവും. VS-ന് അഭിവാദ്യം അർപ്പിക്കാൻ, VS-ന് മുഷ്ടി ചുരുട്ടി ഒരു അഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാവും. അതിനുശേഷമേ വിലാപയാത്ര ആരംഭിക്കുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടും ഉണ്ട്. ദർബാർ ഹാളിൽ VS അച്യുതാനന്ദന്റെ പൊതുദർശനം അതിൻ്റെ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം വലിയ തിരക്ക് കുറഞ്ഞു, പക്ഷെ ആളുകൾ ഇപ്പോഴും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എങ്കിലും നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ 2 മണി കഴിയുന്നതോടുകൂടി തന്നെ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് പുറപ്പെടാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.